Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണൽ ഫിനാൻസ്. ഓൾറെഡി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് ചെയ്യാനുള്ള. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള essay ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അതുമാത്രമല്ല, നമ്മൾ UGC നെറ്റ് കൊമേഴ്സിന് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓഗസ്റ്റ് മാസം അതിൻ്റെ കോച്ചിങ്ങും ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്നാ പിടിച്ചോ, ഇതാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഡെപ്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാലും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന essay വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 2 ആണ്. അതിൽ റോൾ ഓഫ് IMF മിക്ക പേപ്പറിലും നമുക്ക് കാണാം. IMF ഇൻ ഇന്റർനാഷണൽ ഫിനാൻസ് റിപ്പീറ്റ് ആണ്. IMF, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ ADB, ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞു IMF ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ റോൾ ഓഫ് IMF, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോൾ ഓഫ് IMF ആൻഡ് വേൾഡ് ബാങ്ക്, രണ്ടിൻ്റെയും ആൻഡ് വേൾഡ് ബാങ്ക്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു essay പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻ ഫോസ്റ്ററിങ് ഇന്റർനാഷണൽ ലിക്വിഡിറ്റി, ഇതാണ് മറ്റൊരു essay നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെയിം എന്താണ് ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി സെയിം ചാപ്റ്ററിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് റോൾ ഓഫ് ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് as a development finance institution, financial institution എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, റിപ്പീറ്റ് ആണ്. ഇനി നെക്സ്റ്റ് എല്ലാ പേപ്പറിലും വരുന്നൊരു essay എന്ന് പറയുന്നത് പല തിയറീസ് നമുക്കിതിലുണ്ട്. കോൺട്രിബ്യൂഷൻസ്, പർച്ചേസിങ് പവർ പാരിറ്റി തിയറി, ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. ഓക്കെ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റ് ആണ് കേട്ടോ. അതിൽ ആദ്യത്തെ പർച്ചേസിങ് പവർ പാരിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിയറി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. ഇതും essayക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറി വരുന്ന essay ചോദ്യമാണ്. ദെൻ ഇങ്ങനെ മാത്രമല്ല, എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാറുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ്, അങ്ങനെ അതിൻ്റെ ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. essayക്ക് ഏതെങ്കിലും ഒരെണ്ണം മാറി വരാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് IMF, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇതിലേതെങ്കിലും ഒരെണ്ണവും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ചോദ്യമാണ്. ഇതിൽ നിന്ന് തന്നെ 2 essay ചിലപ്പോൾ നിങ്ങൾക്ക്
ബാക്കി നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം. സിഗ്നിഫിക്കൻസ് ആൻഡ് ഫാക്ടേഴ്സ് affecting international investment. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനത് എഴുതിയില്ല. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് സിഗ്നിഫിക്കൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്. SAക്ക് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളൊരു ചോദ്യമാണ്. നിർബന്ധമായും പഠിച്ചിരിക്കുന്ന ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളൊരു ചോദ്യമാണ് ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നിർബന്ധമായും നോക്കിയിരിക്കണം. റിപ്പീറ്റ് ആണ്. അത് ഫോർ ദി ഹോസ്റ്റ് കൺട്രി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫോർ ദ ഹോസ്റ്റ് കൺട്രി, എങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ, അത് ഫോർ ദ ഹോസ്റ്റ് കൺട്രി. അപ്പോൾ FDI റിപ്പീറ്റ് ആണ് കേട്ടോ. FDIയും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഉള്ളൊരു ചോദ്യമാണ് റീസെന്റ് ചേഞ്ചസ് ഇൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, 2 വർഷം മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അതും SAക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷറിനെ പറ്റിയിട്ട്. ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നോക്കിയിരിക്കണം. ദെൻ പിന്നെ ലാസ്റ്റ് ഒരു സജഷനും കൂടി തരാണെങ്കിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും. Then what are the various factors influencing exchange rate? അങ്ങനെ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? വാട്ട് ആർ ദി വാരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. റിപ്പീറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള. ലാസ്റ്റ് ഒരു സജഷനും കൂടിയും ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രിട്ടൻ വുഡ്സ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ബ്രിട്ടൻ വുഡ്സ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്താണ്? Then what are the reasons for the collapse? ശരിക്കും ഡിറക്റ്റ് ചോദ്യമൊക്കെ IMF അതൊക്കെയാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. കൊളാപ്സ് ഓഫ് ബ്രിട്ടൻ. ശരിക്കും ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് 2 വീറ്റേജിനെല്ലാം വരാറുണ്ട്. ബ്രിട്ടൻ വുഡ് സിസ്റ്റം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മാക്സിമം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ മിക്ക പേപ്പറിലും ആദ്യം പറഞ്ഞാണ് IMF, അതിൻ്റെ റോള്, വേൾഡ് ബാങ്ക്, റോൾ ഓഫ് IMF ആൻഡ് വേൾഡ് ബാങ്ക് ഇൻ ഫോസ്റ്ററിങ് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി, ദെൻ റോൾ ഓഫ് ADB ആസ് എ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പർച്ചേസ്, പിന്നെ തിയറീസ് ആണ് പർച്ചേസിങ് പവർ പാരിറ്റി തിയറി, ഇൻട്രസ്റ്റ് റേറ്റ്
ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി, പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ് എന്ന് മാത്രമായിട്ട് അങ്ങനെയും ചോദിക്കാം. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയുള്ള ഒരു എസ്സേ, അതാണ് മറ്റൊരു നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ FDI, റീസെന്റ് ചേഞ്ചസ് ഇൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ദെൻ ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ, പിന്നെ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, വാട്ട് ആർ ദി വാരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി എക്സ്ചേഞ്ച് റേറ്റ്, പിന്നെ ബ്രിട്ടൻ വുഡ് എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതാണ്, ദെൻ പിന്നെ വരുന്നത് ഇത്. ഓക്കെ, സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.